അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ തിരുവാളിയോട് ഷാപ്പുംപടി ഭാഗത്ത് വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി റോഡ് പൊളിച്ചിട്ടിട്ട് 2 ആഴ്ച പിന്നിടുന്നു. ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണിക്കായി JCB ഉപയോഗിച്ച് 15 മീറ്ററോളം നീളത്തിലാണ് ഇവിടെ കുഴിയെടുത്തത്. പണി കഴിഞ്ഞിട്ടും കുഴി അടയ്ക്കാനോ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. കുഴിച്ചെടുത്ത ജെല്ലിയും മണ്ണും റോഡിന് സമീപം തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് ഇവിടെ ഉയർത്തുന്നത്. സംസ്ഥാന പാതയിലെ ചെറിയ ഇറക്കം തുടങ്ങുന്ന ഭാഗത്താണ് ഈ വലിയ കുഴി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങളാണ് ഇവിടെ പ്രധാനമായും അപകടക്കെണിയിൽപ്പെടുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ റോഡിലെ ഈ തകർച്ച ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. വാഹനങ്ങൾ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് റോഡ് പൊളിഞ്ഞുകിടക്കുന്നത് കാണുന്നത്. ഇതോടെ ഡ്രൈവർമാർ പെട്ടെന്ന് ബ്രേക്കിടാൻ നിർബന്ധിതരാവുകയാണ്. ഇങ്ങനെ മുമ്പിലെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ തൊട്ടു പിറകെ വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് ഇടിക്കുന്ന അവസ്ഥയാണ്. കൂടാതെ മഴ പെയ്താൽ ഈ ഭാഗത്തെ അപകട സാധ്യത ഇരട്ടിയാവും. സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ നിത്യേന ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ നിരന്തരമായി വാഹനാപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് യാത്രക്കാരും നാട്ടുകാരും പറയുന്നു. വലിയൊരു അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി നാട്ടുകാരും ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാരെയും മറ്റ് ഉന്നതാധികൃതരെയും പലതവണ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അധികൃതരുടെ ഈ ഉദാസീനതയ്ക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇനിയും നടപടികൾ വൈകുന്ന പക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വെളിനേഴി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ KC രവിശങ്കർ പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇവിടെ ഒരു വെള്ളം ലീക്കേജ് ആയിട്ട് വെള്ളം ഉറവ് പോലെ പൊന്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് പൊട്ടി വെള്ളം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ വാട്ടർ അതോറിറ്റി ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഈ ദേശീയപാത ഈ പാത പൊളിച്ച് JCB കൊടുന്ന് മാന്തി പൊളിച്ച് ആ ലീക്കേജ് അടച്ച് അവർ പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ റോഡ് ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതിനുശേഷം ദേശീയപാതയുടെ അല്ലെങ്കിൽ STPയുടെ ആരും ഇവിടെ വന്ന് അന്വേഷിക്കുകയോ ഇത് നേരെയാക്കാനുള്ള നടപടി ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ആരാണ് ഇത് പൊളിച്ചത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ നമുക്കില്ല. ആരാണ് ഇത് നേരെയാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ധാരണ ഇല്ല. ഒരു അധികാരികളും ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ വന്നിട്ട് രാത്രിയായാലും വേണ്ടില്ല ഇവർ ഇങ്ങനെ ഒരു അപകടം ഇവിടെ ഉള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ വളരെ സ്പീഡിൽ വരുന്ന വണ്ടികൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ പിന്നീട് ഒരു ഇറക്കാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നു. അതിന്റെ നേരെ ബാക്കിൽ വരുന്ന വാഹനങ്ങൾ അത് അറിയാതെ ഇതിന്റെ ബാക്കിൽ വന്ന് അടിച്ച് വലിയ അപകടങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലൊരു ഇരുചക്ര വാഹനമാണ്. അവർ ബ്രേക്ക് ഇടുമ്പോൾ ബാക്കിൽ വരുന്ന കുറച്ചുകൂടി വലിയ വണ്ടിയാണെച്ചാൽ അത് ഇടിച്ച് തെറിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഈ ഗട്ടർ പോലത്തെ ഈ കുഴിയിൽ വന്ന് വീണിട്ട് അപകടം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ള രീതിക്ക് ഒരു അധികാരികളും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഉണ്ട്. നമ്മൾ അധികാരികളൊക്കെ വിളിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്, എഞ്ചിനീയർമാരെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നൊന്നും ഇതിന് അനുകൂലമായ ഒരു മറുപടി പോലും ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ശക്തമായ പ്രതിഷേധം, ജനകീയമായ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.